കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ചെറിയ ഒരു മഴ പെയ്താൽ പോലും കുഞ്ഞുമാൻതോട് കരകവിയും. ഇതോടെ ആദിവാസി മേഖലയിൽ ഉൾപ്പെടുന്ന 50 ഏക്കർ ഗ്രാമം ഒറ്റപ്പെടും. പതിറ്റാണ്ടുകളായി പ്രദേശവാസികൾ അനുഭവിച്ചു വന്ന ദുരിതം അവസാനിക്കുകയാണ്. പുനലൂർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടിയോളം രൂപ ചെലവഴിച്ച് കുഞ്ഞുമാൻതോടിന് കുറുകെ പഴയ പാലത്തിന് സമീപത്തായി ആരംഭിച്ച പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലായിരിക്കുകയാണ്. അപ്രോച്ച് റോഡുകൾ, കൈവരികൾ, സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടെയുള്ള അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പഴയ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാകും പുതിയ പാലം ജനങ്ങൾക്കായി തുറന്നു നൽകുക. പാലം നിർമ്മാണത്തിന് തുക അനുവദിച്ച് പ്രദേശവാസികളുടെ ദുരിതത്തിന് അറുതി വരുത്താൻ മുൻകൈയെടുത്ത MLA PS സുപാലിന് നന്ദി അറിയിക്കുന്നതായി നാട്ടുകാരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അറിയിച്ചു. 50 ഏക്കർ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പട്ടികവർഗ്ഗക്കാർ ഒട്ടനവധി താമസിക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ പട്ടികജാതിക്കാർ അങ്ങനെ ജനറൽ വിഭാഗം എല്ലാവരും വളരെ തിങ്ങിപ്പാർക്കുന്ന ഒരു വാർഡാണ് 50 ഏക്കർ വാർഡ്. നമുക്ക് 50 ഏക്കർ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് മഴക്കാലത്ത് നിലവിലെ കുഞ്ഞുമാൻതോട് പാലം കവിഞ്ഞൊഴുകുകയും യാത്രാ സൗകര്യം വളരെ ദുർഘടമായൊരു അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത്. വന്യജീവിയുടെ ആക്രമണമൊക്കെ വളരെ രൂക്ഷമായൊരു മേഖല ആയതിനാൽ നമുക്ക് മറ്റൊരു ഗതാഗത സൗകര്യം ഒന്നും തന്നെയില്ല. നമ്മൾ ആകെപ്പാടെ ആശ്രയിക്കുന്നത് ഈ ഒരു കുഞ്ഞുമാൻതോട് പാലമാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇത്രയും വെള്ളം കരകവിഞ്ഞ് ഒഴുകുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നാട്ടുകാരെല്ലാവരും തന്നെ MLAയുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം നമ്മളെ ഒരു പരാതി കേൾക്കുകയും തുടർന്ന് നമുക്ക് വേണ്ടിയിട്ട് പുതിയൊരു പാലം ഏകദേശം 1 കോടിയിൽ പരം രൂപ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നമുക്കൊരു പുതിയ പാലം അനുവദിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്ന് അവസാനം ഏകദേശം ഒരു 95% വർക്കുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം കാണുമെന്ന് ബഹുമാനപ്പെട്ട MLA അറിയിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ, ഒരു പട്ടികവർഗ മേഖലയിൽ നിന്നുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഇതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല, നമ്മുടെ 50 ഏക്കർ വാർഡിലെ മുഴുവൻ ആളുകൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിട്ടൊരു പാലമാണ് നമുക്ക് വരാൻ പോകുന്നത്. തറനിരപ്പിനേക്കാൾ താഴെയായിരുന്ന പഴയ പാലം ചെറിയ മഴ പെയ്താൽ കൂടി മുങ്ങും. ഇതോടെ ജോലിക്കുൾപ്പെടെ പുറത്തെത്തുന്നവർ തിരികെ വീട്ടിലേക്ക് എത്താൻ കഴിയാതെയും സ്കൂൾ, ട്രൈബൽ ഹോസ്റ്റൽ എന്നിവയുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനം താറുമാറാകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം പാലം മുങ്ങിയതോടെ തോട് നീന്തിക്കടക്കാൻ ശ്രമിച്ച യുവാവ് ഒഴുക്കിൽപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഭാവിയിലുള്ള വികസന സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നിലവിലത്തെ പാലത്തിൽ നിന്നും 4 മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 18 മീറ്റർ നീളത്തിലും 5 മീറ്റർ വീതിയിലും നിർമ്മാണം പൂർത്തീകരിക്കുന്ന പാലം ഉടൻ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കും. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.